പറവൂർ ചേന്ദമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 15-ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. ഋതു ജയനാണ് കേസിലെ ഏക പ്രതി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും. നാടിനെ നടുക്കിയ സംഭവം നടന്ന് 30 ദിവസം പിന്നിടുമ്പോഴാണ് പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. പറവൂർ ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നതാണ് കേസ്. കേസിൽ ഈ മാസം 15-ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. ഋതു ജയനാണ് കേസിലെ ഏക പ്രതി. ജനുവരി 18-നാണ് ചേന്ദമംഗലത്ത് കേസിനാസ്പദമായ സംഭവം നടന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെ അയൽവാസിയായ ഋതു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളുടെ ആക്രമണത്തിൽ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണം നടന്ന സമയത്ത് ഋതു മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു. മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയല്ല ഇയാളെന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും. മൊഴി നൽകാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലാണ് ആശുപത്രി റിപ്പോർട്ട് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കുന്നത്. ജനം, കൊച്ചി.